വെൺമണി പോലീസ് സ്റ്റേഷനല്ലേ? അതെ സാറേ, ഞാൻ മൗസഫ് നായരാ വിളിക്കുന്നത്, വെൺമണിന്ന്. പറഞ്ഞു. സാറേ, ഇവിടെ എടപ്പോണ് എന്തെങ്കിലും ബാറുണ്ടോ? എടപ്പോണ് ബാർ വല്ലതും ഉണ്ടോ? അറിയില്ലല്ലോ. അതെന്താ സാറിന് അറിയാത്തത്? പിന്നെ ഞങ്ങൾക്കാണോ അറിയേണ്ടത്? നിങ്ങളല്ലേ ചെക്കിങ്ങിന് നടക്കുന്നത്, നിങ്ങൾക്കല്ലേ അറിയേണ്ടത്? ഞാൻ ഇന്ന് ബീവറേജിൽ പോയിട്ട് ഒരു സാധനം മേടിക്കാൻ പോയപ്പോൾ ബീവറേജ് കയറുന്നില്ല. അതിനു മുമ്പ് എന്നെ 2 പോലീസുകാർ വിളിച്ചിട്ട് പറയാം ഊതെന്ന്. ഞാൻ ബീവറേജിൽ പോയിട്ട് സാധനം മേടിച്ചോണ്ട് വന്നിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, ബീവറേജിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ? എനിക്കറിയത്തില്ല ഉണ്ടോന്ന്. അത് നിങ്ങൾ വല്ലതും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? ദാറ്റ് ഓൾസോ ഐ ഡോണ്ട് നോ. അയാളോട് ഞാൻ ചോദിച്ചു. ഈ ആർട്ടിക്കിൾ 185 പ്രകാരം ഈ കോടതിയുടെ നിയമമുണ്ട്, മനസ്സിലായി? നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫീസ്. ഞാൻ പറയുന്നു, ഞാൻ അല്ല, ഞാൻ ചോദിക്കുന്ന ഈ റോഡിൽ കൂടെ പോകുന്നവരെ മൊത്തം എന്തോ അപ്പൊ ചോദിക്കണം, അവിടെ പോയി ചോദിക്കടേ. ഞാൻ അവിടെ പോയി ചോദിച്ചെന്ന്. ചോദിക്കാം, പിന്നെന്തോ. ഞാൻ ഈ കഴിഞ്ഞ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അല്ല, സാറ് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കും, ഞാനിത് മീഡിയയിൽ കൊടുക്കാൻ പോവാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ടോഡി ഷോപ്പ്, ഈ കള്ള് ഷാപ്പ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഔട്ട്ലെറ്റ് തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളെന്താ അതിന്റെ മുമ്പിൽ പോയിട്ട് നിൽക്കാത്തത്? നിങ്ങൾ ബാറുണ്ടല്ലോ ഇവിടെ ചെങ്ങന്നൂര്, നിങ്ങളെന്താ അതിന്റെ മുമ്പിൽ പോയി നിൽക്കാത്തത്? നിങ്ങൾ ഇപ്പൊ സാധാരണപ്പെട്ട പാവപ്പെട്ടവരുടെ മുമ്പിൽ പോയിട്ടാണോ സ്നിഫ് ചെയ്യിക്കുന്നത് നിങ്ങളുടെ ഇക്വിപ്മെന്റ് വെച്ചിട്ട്? അതല്ല ഞാൻ ചോദിച്ചത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നിയമമേ ഉള്ളൂ. ഞാൻ പറയുന്നതൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിപ്പിച്ച് കാണിച്ചു തരാം. ഞാൻ ഹൈക്കോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കും, മനസ്സിലായോ? ഈ ആർട്ടിക്കൽ 21 അനുസരിച്ച് നോ പേഴ്സൺ ഷാൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ഹിസ് ലിബർട്ടി അൺലെസ് അക്കോർഡിംഗ് ടു ദി ലോ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ കോർട്ട്, മനസ്സിലായോ? അല്ല, നിങ്ങളെ ചുമ്മാ തോന്നിയ പോലൊക്കെ വരുന്നവരെ മൊത്തം പിടിച്ചിട്ട് നിങ്ങൾ റവന്യൂ ഉണ്ടാക്കുന്ന, നിങ്ങൾ ആദ്യം പിടിക്കേണ്ട ആൾക്കാരെ പോയി പിടിക്കുക. നിങ്ങൾക്ക് ബാറുകാരെ പോയി പിടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ല, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ബാറുകാരെ പോയി പിടിക്കാന്? നിങ്ങൾ ഈ സാധാരണപ്പെട്ട അവര് ദേ ആർ ജസ്റ്റ് ഏർണിംഗ് വൺ ഡേ ടു മീറ്റ് ദെയർ ബ്രെഡ് ആൻഡ് ബട്ടർ, മനസ്സിലായ? ആ ബ്രെഡ് ആൻഡ് ബട്ടർ ഏൺ ചെയ്യുമ്പോൾ ദേ ആർ ജസ്റ്റ് ടേക്കിംഗ് 100 rupees പിന്നെ ലിക്കർ. അവരെ പോയിട്ട് സ്നിഫ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി 500 രൂപ അടിച്ചു കൊടുത്തിട്ട് വലിയ മാന്യന്മാരാന്നും പറഞ്ഞ് നിങ്ങൾ നടക്കുന്നു. നിങ്ങൾക്ക് നാണമുണ്ടോ? യു ബെറ്റർ റാദർ ഗോ ടു ബെഗ്, അല്ലെങ്കിൽ റിസൈൻ ചെയ്തിട്ട് പോയി വീട്ടിൽ ഇരിക്കടോ. അതാ ചെയ്യേണ്ടത്, മനസ്സിലായ? ഈ പരിപാടി ചെയ്തിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് പോലും ഗുണം പിടിക്കത്തില്ല. ഞാനാ പറയുന്നത്, മനസ്സിലായി? നിങ്ങളിത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് യു ക്യാൻ ഡു എനി ആക്ഷൻ. ഐ ഡോണ്ട് കെയർ, ഐ ഡോണ്ട് മൈൻഡ്. ഐ ആം ടെല്ലിങ് യു, മനസ്സിലായി? ഒരു ബീവറേജിൽ പോയിട്ട് സാധനം മേടിക്കുക, അതിന്റെ റവന്യൂ ആണോ ജനറേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്? അങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ സ്നിഫ് ചെയ്യിക്കുക. ഐ ഹാവ് നോട്ട് ഡ്രങ്ക്. സ്നിഫ് ചെയ്തിട്ട് ചോദിക്കുക ഡ്രങ്ക് ചെയ്തോ? നിങ്ങളെന്തോ ഇവിടെ എടപ്പോണൊക്കെ പിന്നെ ബാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ ഡ്രങ്ക് ചെയ്യാനായിട്ട്? ഈ പാവം പിടിച്ച ആൾക്കാരെ ലോട്ടറി മേടിക്കുന്നത്, ഈ പാവം പിടിച്ച ആൾക്കാരെ ഈ സാധനം അടിക്കുന്നതും അതിന്റെ റവന്യൂ വെച്ചിട്ടാണ് ഇന്ന് സർക്കാർ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ ഗവൺമെന്റ് ഞങ്ങളോട് പറഞ്ഞു, വാട്ട് ഈസ് ഗവൺമെന്റ്? ഹൂ ഈസ് ഗവൺമെന്റ്? ഗവൺമെന്റ് ഈസ് എ പബ്ലിക്, ദാറ്റ് യു നോ. നിങ്ങൾ പോയിട്ട് ലോ ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് നോക്കിയിട്ട് പറ കേട്ടോ. ഐ വാസ് ജസ്റ്റ് കോട്ട് 2 weeks ബാക്ക്, മനസ്സിലായി? ഒരു ഗ്ലാസ് കള്ളടിച്ചെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നിട്ട് 500 രൂപ പെനാൽറ്റി അടിച്ച്. ഞാൻ 500 രൂപ പേ ചെയ്തില്ല. ഐ എം ഗോയിങ് ടു ടേക്ക് ദാറ്റ് പോലീസ് മാൻ ടു ദ കോർട്ട് ആൻഡ് ഐ വിൽ ചാലഞ്ച് ഇൻ ഫ്രണ്ട് ഓഫ് ദ ജഡ്ജ്, മനസ്സിലായി? അങ്ങനെ അഭ്യാസം കാണിക്കരുത്, മനസ്സിലായി? നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പോയിട്ട് ചെങ്ങന്നൂർ ബാറിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കണോ? അത് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ? അതിന് ആംബിയർ ഉണ്ടോ നിങ്ങൾക്ക്? ഇത് വല്ല യു പിയിലോ വല്ല ആന്ധ്രയിലോ വല്ല നടന്നായിരുന്നില്ല, നിങ്ങളൊന്നും ജീവനോട് കൂടി ഇരിക്കത്തില്ലായിരുന്നു, മനസ്സിലായ? യു പുട്ട് എ യൂണിഫോം, ദാറ്റ് മീൻസ് യു ക്യാൻ ഡു എനിത്തിങ്. വാട്ട് യു തിങ്ക്? വി ആർ ഓൾസോ ഇന്ത്യൻ സിറ്റിസൺ ആൻഡ് യു ആർ ഓൾസോ ഇന്ത്യൻ സിറ്റിസൺ, മനസ്സിലായ? ഇതെന്തോ നോർത്ത് കൊറിയ ആണോ? തൊപ്പി പോണ വഴി കാണില്ല സാറ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്.
അപ്പൊ ശരിക്കും വക്കീല് തന്നെയാണല്ലേ? കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ. എന്താ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. നന്ദി മാത്രമല്ലേ.